രണ്ടുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമാണെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രം താല്പര്യത്തിനുണ്ടായിട്ടുള്ള ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ബ്രേക്കപ്പ് ആണെന്നുണ്ടെങ്കിലും ഡിവോഴ്സ് അല്ലെങ്കിൽ വിവാഹമോചനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഇവൻറ്റ്സിൽ ഒന്നാണ്. ആ കപ്പിളിനെ മാത്രമല്ല, അവരുടെ കുട്ടികളെ, ഫാമിലിയെ, അവരുടെ സോഷ്യൽ സർക്കിളിനെ എല്ലാം ഇമോഷണലി അസ്വസ്ഥരാക്കുന്ന ഒരു ഘട്ടമാണിത്. ഈ ഘട്ടത്തെ അതുവരെ ഉണ്ടായ മുറിവുകൾ ഉണങ്ങുന്ന ഹീലിങ്ങിൻ്റെ, അതുപോലെ തന്നെ സമാധാനം കണ്ടെത്തുന്നതിൻ്റെ, നമ്മളെ തന്നെ റീബിൽഡ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ഒരു കാലഘട്ടമായി നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, നമ്മുടെ ഇമോഷൻസിനെ അക്നോളജ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു കാലത്ത് ജീവിതകാലം മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് നമ്മൾ കരുതിയ ഒരാളാണ് പാതി വഴിയിൽ വെച്ചിട്ട് വേർപിരിഞ്ഞു പോകുന്നത്. ഇത് ജീവിതത്തിൽ നമുക്കൊരു നഷ്ടബോധം ഉണ്ടാക്കാനും സങ്കടം ഉണ്ടാക്കാനും ഒക്കെ സാധ്യതയുള്ളൊരു ഘട്ടം തന്നെയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലതരത്തിലുള്ള ഇമോഷൻസ് ആയിരിക്കും ആളുകൾക്ക് ഈ ഘട്ടത്തിൽ ഉണ്ടാവുക. ചിലപ്പോൾ സങ്കടമായിരിക്കാം, മറ്റു ചിലപ്പോൾ ദേഷ്യമായിരിക്കാം, ചിലപ്പോൾ ഞാനെടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ള കൺഫ്യൂഷൻ, ഞാൻ മറ്റുള്ളവർക്ക്, അതായത് എൻ്റെ കുട്ടികൾക്ക് അല്ലെങ്കിൽ എൻ്റെ പേരൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കിയോ എന്ന തരത്തിലുള്ള ഗിൽറ്റ്, ചിലരിൽ ആശ്വാസം, മറ്റു ചിലരിൽ ഭയം, ഇതൊക്കെ ഉണ്ടാക്കാം. ഇത് വളരെ നോർമലായിട്ടുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇതിനെ ഒരു കാരണവശാലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ കവറപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക. ഒന്നുകിൽ നമുക്കിത് ജേർണലിംഗ് എന്ന് പറയുന്ന നല്ലൊരു മെത്തേഡാണ്, നമുക്കിത് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ജഡ്ജ് ചെയ്യാത്ത നല്ലൊരു സുഹൃത്തിൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാം. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് ഹെൽപ്പ് വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ ഒരു തെറാപ്പിസ്റ്റിനെ കാണുക എന്നുള്ളതാണ്. കാരണം പോസിറ്റീവായിട്ടുള്ള കോപ്പിംഗ് സ്കിൽസ് പഠിക്കാനും ഡിപ്രഷനിലേക്കും ആങ്സൈറ്റിയിലേക്കും ഒന്നും പോവാതെ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും തെറാപ്പിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മുടെ സെൽഫ് കെയറിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് തിരിച്ചറിയുക. അതിന് വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യാം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, പ്രോപ്പറായിട്ട് ആഡിക്വേറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് ഉണ്ട്, ഉറക്കമുണ്ട് എന്ന് ഉറപ്പുവരുത്തുക, യോഗ, മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മുടെ മൂഡിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത കാര്യം. അതായത് മുൻവിധികളില്ലാതെ അല്ലെങ്കിൽ നമ്മളെ ജഡ്ജ് ചെയ്യാതെ കേൾക്കാൻ തയ്യാറാവുന്ന റിലേറ്റീവ്സ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ നോക്കുക. കാരണം ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഏകാന്തതയിലേക്കും അതുപോലെ തന്നെ നിരാശയിലേക്കും ഒക്കെ നമ്മളെ നയിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ പരമാവധി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളോടൊപ്പം നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഒന്നെന്ന് പറയുന്നത്, പലപ്പോഴും ഡിവോഴ്സിൻ്റെ സമയത്ത് നമുക്ക് കുട്ടികൾ ഇൻവോൾവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ് ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ റെസ്പെക്റ്റ്ഫുള്ളായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം പലപ്പോഴും ഡിവോഴ്സ് എന്നതിനേക്കാൾ കൂടുതൽ രക്ഷിതാക്കൾ പരസ്പരം വെച്ച് പുലർത്തുന്ന ഒരു സ്പർദ്ധയാണ് കുട്ടികളെ കൂടുതലും മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നതായിട്ട് കാണാറുള്ളത്. ഡിവോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു സ്ട്രക്ചറിനെ തന്നെ ആകെ ഉടച്ചു കളഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ പുതിയൊരു റുട്ടീൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. പുതിയ ഗോൾസ് സെറ്റ് ചെയ്യുക. നമ്മുടെ ഇഷ്ടപ്പെട്ട പല ഹോബീസും ഒക്കെ ഈ സമയത്ത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടാവും. ഉദാഹരണത്തിന് നൃത്തം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ പുനരാരംഭിക്കുക. മറ്റൊന്ന്, കരിയർ ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുക. അതായത് എത്ര കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണെന്നുണ്ടെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാനായിട്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ ഒരു ജോലി വേണമെന്നും ആ ജോലിക്കായിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടുന്നത് എന്നും കണ്ടെത്തി അതിനുവേണ്ട ശ്രമങ്ങൾ തുടങ്ങുക. ഇനി നിലവിൽ ജോലിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ കുറെ കൂടെ സ്ഥാനക്കയറ്റം കിട്ടാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ആലോചിച്ച് അതിന് വേണ്ടുന്ന സ്കിൽ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് സഹായിക്കുന്ന കാര്യങ്ങളുമായിട്ടൊക്കെ എക്സ്പോസ്ഡ് ആവുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം. ചില വിവാഹമോചന കേസുകളിൽ ആളുകൾ പറയാറുണ്ട്, എൻ്റെ ജീവിതം നശിച്ചു, ഇനി ഞാനൊന്നും നോക്കുന്നില്ല, ഇനി എൻ്റെ ജീവിതം അങ്ങ് നശിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ഇത്തരം സിറ്റുവേഷൻസിൽ നെഗറ്റീവായിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസംസ്, അതായത് ആൽക്കഹോൾ അഡിക്ഷൻ അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത ഒരുപാട് ബന്ധങ്ങളിൽ ചെന്നപ്പെടുക, ഇതൊക്കെ ആളുകൾ ചെയ്യാറുള്ളതാണ്. പക്ഷേ ഇത്തരം അവസരങ്ങളിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് നമ്മുടെ പ്രശ്നം കുറെ കൂടെ വഷളാക്കുക മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇതൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. അവസാനമായിട്ട് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നോക്കുക എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഇതൊരു എൻഡിങ് ആണെന്ന് തോന്നും, എല്ലാം അവസാനിച്ചു എന്ന് തോന്നും. പക്ഷേ
ഇത് സത്യത്തിൽ ഒരു ബിഗിനിങ് കൂടിയാണ് എന്നുള്ളത് നമ്മൾ അറിയണം. കാരണം ഈ ഒരു കാലഘട്ടം കൊണ്ട് നമ്മളെ തന്നെ കുറേ കൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. നമുക്കൊരു സെൽഫ് അവെയർനെസ് വന്നിട്ടുണ്ടാവും. നമുക്ക് എന്തൊക്കെയാണ് ടോളറേറ്റ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ പറ്റില്ല, നമ്മുടെ കുറ്റങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ നല്ല സൈഡ് എന്തൊക്കെയാണെന്നൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു ഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ലൈഫ് കുറേ കൂടെ ബെറ്റർ ആക്കാനായിട്ട്, നമുക്ക് സന്തോഷത്തിനുള്ള പുതിയ പുതിയ വഴികൾ കണ്ടെത്താനായിട്ടൊക്കെ സാധിക്കും. ഒരു നിമിഷം ഒന്ന് പോസ് ചെയ്ത് സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി വന്ന ദൂരത്തെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്ന ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാവും.